ഫ്രണ്ട്സ് ഞങ്ങൾ അമേരിക്കയിലെത്തി. ഇങ്ങോട്ട് നോക്കണ്ടേ? നേരെ ഇത് അമേരിക്കയിലെത്തി. അമേരിക്കയിലെത്തി വന്നിട്ട് വരാം. ഫ്രണ്ട്സ് ഞങ്ങൾ അമേരിക്കയിലെത്തി. അമേരിക്കയിലോ? അമേരിക്കയിലെത്തി. അമേരിക്ക. ചിരിക്കണ്ട, BP കൂടും. ചിരിക്കണ്ട. ഞങ്ങളുടെ റിഹേഴ്സൽ ഒന്ന് കാണിച്ചാൽ മതി. ശരിക്കും ആൾക്കാർ. ഫ്രണ്ട്സ് ഞങ്ങൾ അമേരിക്കയിലെത്തി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അമ്മമാരെത്തി. 2 ദിവസം അവർ നല്ലപോലെ ഉറങ്ങി. ജെറ്റ് ലാഗ് ഉണ്ടായിരുന്നു. നൗ ദേ ആർ സെറ്റിൽഡ് ഇൻ. അവരുടെ ഒരു റൂട്ടീൻ കണ്ടെത്തി. ദിവസം രാവിലെ വാക്കിങ്ങിന് പോവും. പിള്ളേരുമായി സമയം സ്പെൻഡ് ചെയ്യും. അവർ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിൽ എല്ലാം പോവും. ഇന്നത്തെ വീഡിയോയിൽ അവരുമായി സ്പെൻഡ് ചെയ്ത കുറച്ച് ഞങ്ങളുടെ നല്ല നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ കൂടെയും ഷെയർ ചെയ്യുന്നു. എല്ലാവരും ചായ കുടിക്കുക. ഏത് സമയം ഈ മൊബൈലും കൊണ്ട് കുത്താം. യൂട്യൂബ് കാണിച്ച ഏത് സമയത്തും. രശ്മിയുടെ അമ്മ റെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പം എൻ്റെ പഴയ വീഡിയോസൊക്കെ പുള്ളിക്കാരി കണ്ടുകൊണ്ടിരിക്കുക. ഒരു സുഖം. അവർ രണ്ടുപേരും ഇരുന്നുകൊണ്ട് കസാരയൊക്കെ ഇട്ട് ഏതാണ്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ചില്ലിങ് ഗൈസ്, ദേ ആർ ചില്ലിങ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ വക ഇന്ന് ജൂലൈ 4th പ്രമാണിച്ചാണെന്ന് തോന്നുന്നു ഡോണറ്റും കോഫിയും അവർ തരുന്നുണ്ട്. രാവിലെ 9 മണിക്ക് വിളിച്ചതാണ് എല്ലാവരെയും, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുള്ള എല്ലാവരെയും. അപ്പോൾ ആൾക്കാരെല്ലാം വരാൻ തുടങ്ങി. അതൊരു ഫ്രീ ആയിട്ട് ഒരു സെലിബ്രേഷന് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു പാർട്ടിസിപ്പേഷൻ എക്സ്പെക്റ്റ് ചെയ്യും. അമ്മമാരുമായിട്ട് വെളിയിലോട്ടൊന്ന് ഇറങ്ങുക. ഇവിടെ ഒരു ഏഷ്യൻ മാർട്ടുണ്ട്. ആ ഏഷ്യൻ മാർട്ടിലൊക്കെ നല്ല മീനും അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. ആദ്യം അവിടെ നിന്ന് തുടങ്ങാം. അവരെ മീൻ മേടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന എടുക്കണോ? ഇത് പിള്ളേരുടെ ലോലിപോപ്പ്. തിരിച്ചു പോകുന്ന വഴി വീട്ടിൽ ചെന്നിട്ട് നല്ല കോട്ടയം സ്റ്റൈലിൽ മീൻ കറി വെച്ച് തരാമെന്ന് അമ്മ പറഞ്ഞു. 2 അമ്മമാരും പാചകത്തില് സ്പെഷ്യൽ എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവാ. അമ്മ ഏതാ അത്? എന്താ സ്പെഷ്യൽ? കോട്ടയം സ്റ്റൈലാണോ? ഇന്ന് നാസ്തയിൽ 3 ഐറ്റം. പുട്ടും കടലയും, ഇവിടെ ദോശ, അവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്നു. നല്ല ടേസ്റ്റ്. അല്ല, എങ്ങനെയും എടുക്കുമ്പോൾ മുൻകൂട്ടി ഒന്നും അറിയിക്കണ്ട, എന്നല്ലാണ്ട് നമുക്ക് അതിന്റെ വൃത്തിക്ക് ചെയ്യാൻ പറ്റുമോ? ഏതാണ്ടൊക്കെ കരിവാണല്ലോ. ഇവിടെ ഏതാണ്ടൊക്കെ കരിവാണല്ലോ. കരിയുന്നുണ്ടോ? ഞാൻ ക്യാമറ ആയിട്ട് വരുമ്പോൾ നിങ്ങളെന്നാ മിണ്ടാതിരിക്കുന്നത്? ഇതുവരെ ആയിട്ട് കാണുന്നുണ്ട് ഒച്ചയും ബഹളമായിരുന്നു. ക്യാമറ ആയിട്ട് വരും മിണ്ടാതിരിക്കും. ആ മമ്മി അതിൻ്റെ നാളേക്ക് ഞങ്ങളെല്ലാം ഒരു വാക്കിന് ഇറങ്ങിയതാണ്.
ഫോട്ടോ സെഷൻ എല്ലാം ചെയ്യുക. ഒരു മാൻ കാണാമെന്നറിയത്തില്ല, വേണ്ട, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എന്താ ഉണ്ടാക്കുന്ന? ഇന്ന് എൻ്റെ വക അമ്മമാർക്ക് കൊഞ്ചുകറിയും പിന്നെ പനീർ ടിക്ക തേങ്ങ വാരത്തരച്ച കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ഹോബിയാണ് കുക്കിംഗ്. രശ്മിയുടെ ടേസ്റ്റ് നോക്കാൻ പറഞ്ഞു. ഇപ്പോൾ രശ്മി പറയാം തീയൽ പോലെ ഉണ്ടത് കൊഞ്ചുകറി. ഞാനും ടേസ്റ്റ് ചെയ്തു, സത്യമായിട്ടും തീയൽ പോലെ. ഇനി തീയലിനെ ഇല്ലേ നമുക്ക് തായ് കറി ആക്കി മാറ്റാം. ഇതെന്തുവാ ഇത്? ഈ നമ്മുടെ കോക്കനട്ട് മിൽക്കും നമുക്ക് ഇട്ടാൽ ചിലപ്പോൾ രക്ഷപ്പെടും. അമ്മമാരോട് പറയണ്ട ഇതെന്താണ്. ഞാൻ പനീർ ടിക്ക ഉണ്ടാക്കാൻ നോക്കിയതാണ്. അതിൻ്റെ ആ കോർക്കുന്ന സാധനമില്ല, ഈ സാധനം അത് തീർന്നു പോയി. ഷോ, നമുക്ക് പനീർ ടിക്ക ഉണ്ടാക്കാൻ പറ്റുന്നില്ല, പക്ഷെ വേറെ വഴിയുണ്ട്, ഞാൻ കാണിക്കാം. ഈ ഒരു കമ്പും കഷ്ണമുണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കാം. ഷോ കാണിക്കണ്ടേ? ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. കൊഞ്ചുകറി രക്ഷപ്പെട്ടു, ഇനി പനീറിനെ ഒന്ന് രക്ഷപ്പെടുത്തണം. ആദ്യം കുറച്ച് ഉള്ളി, എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്, രണ്ടമ്മമാരും കാണുന്നുമുണ്ട്. ഒന്നും പിടി കിട്ടുന്നില്ല എന്താണ്. ഇത് ശരിയാക്കി. സൂപ്പർ. ഇഷ്ടപ്പെട്ടാ? ഇത് കഴിച്ചു നോക്കിയോ? ഇനി മമ്മി പറ. കൊള്ളാം, അടിപൊളി. കണ്ണാ അടിപൊളിയാണ് കേട്ടോ. ഒന്നും നല്ലായിരിക്കും. പനീർ ഒന്നും കൂടെ ഇഷ്ടപ്പെട്ടു. പനീറും കറിയും കൊഞ്ചും എല്ലാം നല്ല. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞങ്ങളെല്ലാം വാൾമാർട്ട് ഇവരെ കാണിക്കാൻ പോവുക. ഇവർ വന്നാൽ പിന്നെ വാൾമാർട്ട് കണ്ടിട്ടില്ല. ഭയങ്കര ചൂട് നടക്കുവാണ്. അപ്പോൾ ചൂട് കാണാൻ ഞങ്ങളെങ്ങും പോയില്ല. അപ്പോൾ ഇന്ന് അവധിയും കൂടെ ഇവിടെ. ഒരു വാൾമാർട്ട് ട്രിപ്പിന് ഞങ്ങളെല്ലാം കൂടെ പോകുക. രണ്ടുപേരും വെള്ളവടിയാണ്. അമ്മ എന്തിയേ? ഇതും വെച്ചോളൂ. ആഹാ, നല്ല ഒന്ന് തുറന്ന് വെക്കുന്ന പിന്നെ അത് ഒരു കഴിക്കുന്ന സാധനമുണ്ട്. അതിങ്ങനെ വെക്കുന്നത്. ഇത് കഴിക്കുന്ന സാധനം റൊട്ടി പോലത്തെ ഇങ്ങനെ വെക്കുന്നത്. ഇതുണ്ടോ ഇവിടെ? ഇതുണ്ടോ പിന്നെ ഈ ബീറ്റർ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിരുന്നോ? അമ്മേ, ഈ സാധനം തലക്കടിക്കുന്ന സാധനം നല്ലപോലെ ആരം വെച്ചില്ലേ, അതുകൊണ്ട് തലക്കെട്ട് ഒരൊറ്റ അടി. ഇതെന്നാന്നറിയാൻ വേണ്ട. അത് ഈ മാംസം ചതയ്ക്കുവല്ലേ, അതാ. ഇറച്ചിയെ ചതയ്ക്കുന്ന സാധനം. 2200. അയ്യോ, ഒരെണ്ണമുള്ളൂ. ഇതോ വലുത് വേണ്ട അമ്മേ, രശ്മി പേടിയായിരിക്കും. ഇവിടുത്തെ ഓരോരോ സാധനങ്ങൾ കണ്ട് അവർക്കൊരു പ്രത്യേക ഫീലാണ്. ഇനി അടുത്ത കടയിലോട്ട് പോവുക. ഞങ്ങളുടെ വാൾമാർട്ട് എല്ലാം കഴിഞ്ഞു. ഇനി പോകുന്നത് ബോംബെ സെൻട്രൽ ഇന്ത്യൻ ഗ്രോസറീസ് മേടിക്കാൻ. ഞാനതൊന്നും പറ്റില്ല. ഇത് തന്നെ പച്ച, പക്ഷെ വേറെ. ആഹാ,
ടൊമാറ്റോ മേടിക്കണ്ട കേട്ടോ, നമ്മൾ ഓൾറെഡി മേടിച്ചു ടൊമാറ്റോ. എന്തോ അവർക്ക് വണ്ടിൻ്റെ മുന്നിൽ ഒരു ഫോട്ടോ എടുക്കണമെന്ന്. ബാ അമ്മയ്ക്ക് ഏത് ആഹാരമാണ് വേണ്ടേ? താലിബാനോ? തായ്ലൻഡ്, ജാപ്പാനീസ്, പിന്നെ ചൈന, അങ്ങനത്തെ ഉള്ള ഖാന മതി. എനിക്ക് ഇന്ത്യൻ ഖാന വേണ്ട. അമ്മയ്ക്കോ? അമ്മയ്ക്ക് ഇന്ത്യൻ ഫുഡ് വേണ്ടെന്ന്. അമ്മയ്ക്കും അത് മതിയോ? നമുക്ക് കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടേ ഈ ഇത്ര വർഷം കഴിച്ചു. ഇനി കഴിക്കാത്ത വർഷം കഴിക്കണ്ട. അതുകൊണ്ട് അത് മതി. നമുക്ക് ഇന്ത്യ വെച്ച് കഞ്ഞിയും പയറും കഴിച്ചിട്ടും കുറെ നാളായില്ലായിരുന്നു. അതും കഴിച്ചാൽ പോരാ. അത് വേണേ നിനക്കുണ്ടാക്കി തരാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പോയി കഴിക്കാം. ഫോൺ രശ്മിക്ക് നിങ്ങളെ നടത്താൻ മടിയാ. മമ്മി കൈ പിടിച്ചോണ്ട് നടക്കുന്നേ. നിങ്ങളെപ്പോഴും ഇങ്ങനെ കൈ പിടിച്ച് നടക്കുന്നത് ഇഷ്ടമായിരിക്കും അല്ലേ? മമ്മി ഇത് ചീസാ. ഇതോ നമ്മുടെ അവിടെ ഈ പിന്നെ വട്ടയപ്പം കണ്ടിച്ച് വെച്ചേക്കുന്ന പോലെ ചീസാ. അമ്മേ വൈകിട്ട് എന്നാ പരിപാടി? ബിയർ കുടിക്കാമോ? നമുക്ക് ഐസ്ക്രീം മേടിക്കാം. ബാ, ഇതിനൊന്നും കൂടുതൽ വിലയില്ല. ഇതിപ്പം $18. $18 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 1600. അത്രേ ഉള്ളൂ. പ്രീമിയം എന്ന് പറഞ്ഞാൽ അതെ, ഇത് ശകലം വിലയുള്ള സാധനങ്ങളാണ്. എന്ത് രസമായി കുട്ടികൾ. അത് ജാപ്പനീസ് ഡ്രിങ്ക് ആണ്. ഇതുണ്ടോ? പക്ഷെ ഇതുണ്ടാക്കുന്നതിൻ്റെ ഇവിടെ ഇതിനകത്ത് വില ഏറ്റവും നല്ല വില. അത് ടാപ്പല്ലേ. ഇന്ന് രശ്മിയുടെ ബർത്ത്ഡേയാ. ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞങ്ങളെല്ലാം കേക്ക് തിന്നു വരുന്നുണ്ട്. നല്ല ചോക്ലേറ്റ് കേക്ക്. ഇത് രശ്മിയുടെ പിറന്നാളാണ്. അപ്പം ഞങ്ങളെല്ലാം ഒന്ന് അമ്പലത്തിൽ പോയിട്ട് കുറച്ച് വെളി ഡിന്നറിൻ്റെ പ്ലാനുണ്ട്. ബർത്ത്ഡേ ഗേൾ കയറി ചെറുതായ ഒരു മഴയുണ്ട് ഇന്ന്. നല്ലപോലെ പെയ്തിട്ട് പോയി, പക്ഷേ ഇപ്പോൾ ശരം തോന്നുന്നു. അമ്മ ഇറങ്ങിയിട്ട് നേരത്തെ തന്നെ അമ്പലം എത്തി ഗൈസ്. ക്ഷേത്രത്തിലോട്ട് പോകുന്ന കന്യകമാര്. കന്യകയാണോ? അവിടെ ട്രെയിൻ വന്ന് നിന്നിട്ടുണ്ട് അവിടെ. നടന്നു. ഷൂ ഒക്കെ വെക്കാനുള്ള സംവിധാനം. തെന്നല്ലേ, പതുക്കെ വാ. നല്ല തിരുപ്പതി ബാലാജിയുടെ അമ്പലമാണ്. അവളവിടെ പോയി. ഞാൻ കഴിച്ചു. ഇതാ ഇവിടുത്തെ പ്രസാദം. അമ്പലത്തിൽ പോയി എല്ലാം കഴിഞ്ഞു. അടുത്ത സ്റ്റോപ്പ്. ഇനി എങ്ങോട്ടാ പോകുന്നത്? ഇവിടെയാണ് രശ്മിക്ക് ഇന്ന് ട്രീറ്റ് കൊടുക്കുന്നത്. പിറന്നാളല്ലേ, അപ്പം അതിൻ്റെ സെലിബ്രേഷൻ. അവിടെ എന്തോ ഫങ്ഷൻ നടക്കുക. अभी कुछ नहीं है. എന്നാ പറഞ്ഞേ? അമേരിക്കയിലെ ഹോട്ടലിൽ കയറി ആദ്യമായിട്ട് അതിന്റെ പേരെന്നാ? ശുശി. ശുശി. നമ്മളെ
നമുക്ക് വല്ലതും അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെന്നല്ലേ. അവർ 2 കോല് തരും, ആ കോലിട്ട് വേണം കഴിക്കാൻ. ഓർഡർ ചെയ്തു 2 സുഷി, പിന്നെ വേറെ ഏതാണ്ടൊക്കെ കുറേ അത് ഓർഡർ ചെയ്തു. ഇനി നോക്കാം ഇവരിത് കഴിക്കുമെന്നാണ് എനിക്ക് സംശയം. അമ്മ ടൈ ഒക്കെ കെട്ടിക്കൊണ്ടാണല്ലോ. മമ്മി പ്രോപ്പറായിട്ട് വെച്ചു. കാണിച്ചു ബർത്ത്ഡേ ഗേൾ. രശ്മിയോട് ചോദിച്ചായിരുന്നു ബർത്ത്ഡേ ഗിഫ്റ്റിന് എന്നാ വേണ്ടേ, ഇവര് ഗിഫ്റ്റ് വേണോ അത് അമ്മമാരെ കൊണ്ടുവരണോ. പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് ഗിഫ്റ്റ് മതി. പക്ഷേ എനിക്ക് അമ്മമാർ വേണമായിരുന്നു, അതുകൊണ്ട് അമ്മമാരെ കൊണ്ടുവന്നു. ഇതാണ് ഇന്നത്തെ മെനു. ഇത് കുറച്ച് സുഷി, ഇത് വേറെ ഏതാണ് നൂഡൽ, റാമൻ പോലത്തെ സാധനം അല്ല, ഇത് വേറെ ഏതല്ല നൂഡൽ. പിന്നെ ഇതും വേറെ ഏതാണ്, പേര് അറിയത്തില്ല. നല്ലതാണ്. ഞങ്ങളിവിടെ ഇതിപ്പം 6ാമത്തെ പ്രാവശ്യം കണ്ടാ വന്നത്. നല്ല ആഹാരമാണ്. ഞങ്ങളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്യും. തുടങ്ങാം അമ്മി. They invented chopstick. അപ്പം ഞാൻ ഓർക്കുന്ന അറിയാൻ സുജിത് ഭക്തൻ ഞാൻ വരുമ്പോഴൊക്കെ കൊതി വരുമായിരുന്നു. ഇത് 2 ഇന്നുണ്ടല്ലോ ദൈവമേലെ ഇവിടെ. അപ്പം വേണ്ട Invent sushi. Helpers. പിള്ളേർ സ്കൂളിൽ പോയാൽ നമുക്ക് ഓരോ ദിവസം ഓരോ റെസ്റ്റോറൻറ്റിൽ പോവാം. അതെ, പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വരാം. ദൂരെ പോവാം. പിന്നെ പിള്ളേരില്ലാതെ ഇതിനകത്ത് ശകലം മുളക് ഇടിച്ചോണ്ടിരിക്കാം. മുളക് വേണോ? ഇന്നാ അമ്മേ, എരിവുള്ളതാ. ഇത് ഭയങ്കര എരിവാണ്, ഭയങ്കര എരിവാണ്. കുറച്ച് ഇഞ്ചിക്കകത്ത് ഏതാണ്ട് ഇട്ടതാണ്. ഇഞ്ചി ഉപ്പിലിട്ടിട്ട് ഏതോ വെച്ചാ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഉള്ള ഒരു ചെറിയ കോംപ്ലക്സ്. ഭയങ്കര ചൂടാണ് ഇവിടെ ഇപ്പം. പക്ഷേ ഇന്ന് മഴ പെയ്തു, നല്ലപോലെ മഴ പെയ്തു. നല്ലൊരു സുഖം വെളിയിൽ ഇറങ്ങി നിൽക്കാൻ. അല്ലെങ്കിൽ നമുക്ക് വെളി വന്ന് നിൽക്കാൻ പറ്റത്തില്ല, ശ്വാസം മുട്ടുന്ന പോലത്തെ ചൂട്. അതെ, വണ്ടി ഇവിടെയാ, എങ്ങോട്ടാ വാ. അങ്ങനെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞു. ആഹാരം വെളിയിൽ നിന്ന് കഴിച്ചു, അമ്പലത്തിൽ പോയി, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. ഇനി വീട്ടിലോട്ട് തിരിച്ചു പോവുക. നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. രശ്മിക്ക് പ്രതീക്ഷിച്ചില്ല അതുപോലത്തെ ഒരു ബർത്ത്ഡേ. എല്ലാം കൊണ്ടും മംഗളം നേരുന്നു രശ്മിയെ. എല്ലാം നന്നായി വരട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസം ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു.